ഹലോ! എല്ലാരും സുഖായിരിക്കുന്നോ? നമുക്കിന്നൊരു നാടൻ കറി വെച്ചാലോ? ഇപ്പൊ മാങ്ങയുടെയൊക്കെ സീസണല്ലേ. എനിക്കാണെങ്കിൽ നല്ല അയല കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാങ്ങയിട്ട് ഇതൊന്ന് തേങ്ങ അരച്ച് കറി വെച്ച് നോക്കാം. നമുക്ക് അയലയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കാം. എനിക്കൊരു മീഡിയം സൈസ് അയലയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 2 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സമയം നമുക്കൊരു ചട്ടി, മൺചട്ടി തന്നെ വെക്കുക. അതടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം. ഇനി ഉലുവാപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ അത് അവസാനം ചേർത്താലും മതി. ഇപ്പം ഉലുവയിട്ട് പൊട്ടിക്കണമെന്നില്ല. ഞാൻ എപ്പോഴും ഉലുവയിട്ട് പൊട്ടിക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു 3, 4 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു മുറി, ഇത് 1 കിലോ അയലയ്ക്കുള്ള അളവാണ് കേട്ടോ. വലിയൊരു മുറി തേങ്ങ ചിരകിയതും അതിന് കൂടുതൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടത്തിൽ 2, 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2, 3 കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരിയണം കേട്ടോ. അങ്ങനെ അരയുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഒന്നുകൂടെ കാണിക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായി അരച്ച് നമുക്ക് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വഴറ്റുന്നില്ല. ഇങ്ങനെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് ദേ ഇതിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളയ്ക്കണം. ആ സമയത്ത് നമ്മുടെ മാങ്ങയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കാം. ഞാനിവിടെ തൊലിയൊന്നും കളയുന്നില്ല. മാങ്ങയുടെ മൂവാണ്ടൻ മാങ്ങ എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു മാങ്ങ മുഴുവനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവസാനം കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഇനി ഈ അരപ്പ് നന്നായി വെട്ടിത്തിളയ്ക്കട്ടെ. കൊച്ചിലെ മുതൽ അമ്മയൊക്കെ പറയും ഈ മീനൊക്കെ ഇടുമ്പം അരപ്പ് നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടേ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉളുമ്പ് ഉണ്ടാകുന്നു. പക്ഷെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പലയിടത്തും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ അത് എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല, ഇത് അയലയെല്ലാം ക്ലീൻ ചെയ്ത് ഇതിന്റെ തലയുടെ ഭാഗം കുറച്ച് നിർത്തിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെച്ച് ഈ കറി നന്നായി കുറുക്കിയെടുക്കണം. ചാറൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ആക്കുക കേട്ടോ. ചിലർക്ക് കുറച്ച് ചാറ് വേണം ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്, ചിലർക്ക് അധികം ചാറ് വേണ്ട. അതുകൊണ്ട് കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പച്ച അയലാണ് കിട്ടിയത്. ഞാനിവിടെ കായംകുളമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മീനൊക്കെ നന്നായിട്ട് കിട്ടും. ഞാൻ ശരിക്കും കോട്ടയംകാരിയാണ്. ഞങ്ങൾക്ക് അവിടെ മീൻ കിട്ടുന്നേക്കാളും നല്ല ഫ്രഷ് മീൻ, നല്ല മീൻ എപ്പോഴും ഇവിടെയാണ് കിട്ടുന്നത്. അതും അവിടെ കിട്ടാത്ത പല മീനുകളും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും. ഈ നമ്മുടെ സീ ഫുഡ്സ് ഐറ്റംസിലുള്ള ഈ ഞണ്ട്, കൊഞ്ച്, കണവ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതുപോലെ കക്ക ഐറ്റംസ് എല്ലാം ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഇവിടെ കല്യാണം കഴിച്ചിവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പം നമ്മുടെ അരപ്പെല്ലാം ഈ മീൻ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാനുള്ള അരപ്പുണ്ട്. അതിനേക്കാളും കൂടുതൽ വെള്ളം ആക്കണം എന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായി തിളച്ച് കഴിയുമ്പം അടച്ചു വെച്ച് ചെറുതീയിൽ വറ്റിച്ചെടുക്കണം. ഈ മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ വൈകിട്ട് മിക്കപ്പോഴും ചോറായിരിക്കില്ല. അന്നേരം ഇപ്പം പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഇപ്പം ഈ മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് കറി ഉണ്ടാക്കാറില്ല. ഇനി ഇതിനകത്ത് തവിയിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഒന്ന് ചുറ്റിച്ചൊന്ന് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇപ്പം മീൻ്റെ ചാറെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു ലേശം വെളിച്ചെണ്ണ ചുറ്റിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു രസത്തിന് കുറച്ച് കടുക് വറുത്തിടുന്നൂടെ ഉണ്ട്. അപ്പം കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വേണമെങ്കിൽ വറ്റൽമുളകും എല്ലാം മൂപ്പിച്ച് നമുക്കിതിന് മുകളിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കേ പാടുള്ളൂ.
കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ കണ്ടിന്യൂസ് നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണൂടെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഈസി അല്ലായിരുന്നോ വീഡിയോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.